എടാ അഭി പ്രണവേ എല്ലാരും ഓടി വാടാ, നമുക്കൊരു വീഡിയോ കാണാലോ. എടാ എല്ലാരും വാടാ വാടാ. എടാ മലയാളി വൈറലായി. നേരം പോലെ ഉച്ചയായി, എന്നിട്ട് ഇവിടെ ഒരാൾക്ക് എണീക്കാനായിട്ടില്ല. പ്രകാശ് ചേട്ടാ, നിങ്ങൾ ഒന്ന് എണീച്ചാട്ടെ, പണിക്കുവോ നേരായി. ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിയാ മതിയാ? നിങ്ങൾക്ക് ഇന്ന് പണിക്കൊന്നും പോണ്ടേ? ആ ഹിന്ദിക്കാരൻ ചെക്കനോട് വരാന്ന് പറഞ്ഞ് മറന്നുപോയിനാ? മറന്നിട്ടൊന്നുമില്ല, പണിക്ക് പോണം. 8:30 എത്തിയാ പോരെ? നീ ആ ദോശ ഒന്ന് മറിച്ചിട്ടെ, കരിഞ്ഞിട്ട് മൂക്കിന് മണടിക്കുന്നു. ചേട്ടാ, പ്രകാശ് ചേട്ടൻ വന്നായിരുന്നാ? ഇല്ല ഭായ്. എന്താ കാര്യം? ഇന്ന് പണിയുണ്ടാ? ആ പണിയുണ്ട്, പ്രകാശ് ചേട്ടൻ വരാൻ പറഞ്ഞായിരുന്നു. പ്രകാശനല്ലേ, ഓന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് ഭായ്. പണിക്ക് വന്നങ്ങ് കാണാം, നീ പോയിക്കോ. രാവിലെ തന്നെ സ്വന്തം പണി കഴിഞ്ഞിട്ടാ അവര് വേറെ പണിക്ക് പോകുന്നത്. എന്ത് പണി? ഓൻ താമസിക്കുന്ന വീടിന്റെ പിറകിൽ ഒഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാ പണിക്ക് പോകുന്നത്. എന്റെ ദൈവമേ, അല്ലെങ്കിൽ തന്നെ പച്ചക്കറിയും മറ്റും വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇനി ഇവന്മാർ കൃഷിപ്പണി കൂടി തുടങ്ങിയാലോ? ഇത്രയും നല്ല വളക്കൂറുള്ള മണ്ണിൽ ആരും കൃഷി ചെയ്യുന്നില്ല. അവരെങ്കിലും പണി ചെയ്ത് 4 കാശുണ്ടാക്കട്ടെന്നേ. മക്കളെ രണ്ടാളിൽ ലണ്ടനിൽ വിട്ടിട്ടാ മൂപ്പര് കൃഷിനെ പറ്റി സംസാരിക്കുന്നത്. എടോ, മക്കൾ അവിടെ പോയിട്ട് കൃഷിപ്പണി തന്നെയാണ് ചെയ്യുന്നത്. അവിടെ കൃഷിക്കാർക്ക് വിലയുണ്ട്. ഇവിടെ കൃഷിക്കാരനും അവന്റെ ഉൽപ്പന്നങ്ങൾക്കും വിലയില്ല. കന്നട്ടാ, ആ പ്രകാശ, ഇനി നോക്കിയാ ബംഗാളി ചെക്കൻ വന്നിനല്ല. നീ അവന്റെ പേര് പണിക്ക് പോവാന്ന് പറഞ്ഞിനാ? ആ എന്നിട്ട് അവനോടുത്തു. ഓൻ പണിക്ക് പോയി. ഇന്ന് നിങ്ങൾക്ക് എടിയാ പണി? പട്ടാളക്കാരൻ ഗണേശാട്ടന്റെ വീട്ടില്. ഓ അതെയാ? നിങ്ങൾ ഒരു കാൽ ചായതാ, അത് കുടിച്ചിട്ട് പോവാ. ആ ഞാൻ വിചാരിച്ചു നീ ഇന്ന് ഉണ്ടാവില്ലാന്ന്. ആ ബംഗാളി പയ്യൻ പറഞ്ഞു നിന്നെ കണ്ടില്ലാന്ന്. ഗണേശേട്ടാ, ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി, അതാ. പണിക്ക് എന്തായാലും വരാതിരിക്കില്ല. എന്നാ പോയി പണി തുടങ്ങിക്കോ. ഓൻ നേരത്തെ തുടങ്ങി. ചേട്ടാ, ഞാൻ ചായപ്പീട്ടിലെ നോക്കിനി, നിങ്ങൾ കാണാത്ത ഞാൻ വിചാരിച്ചു എന്നെ നിങ്ങളെ ലീവ്. എണീക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി ഭായി. ഇനി എന്തിനാ കുറക്കുന്നത് സതീശ? 10-30 കൊല്ലം പട്ടാളത്തിലായിരുന്നില്ലേ ജീവിതം? ഇനി അങ്ങോട്ട് എൻജോയ് ദ ലൈഫ്. ബോട്ട് യാത്രയെങ്കിൽ ബോട്ട് യാത്ര. ഓക്കെ, ബൈ ബൈ. എന്താ ഗണേശേട്ടാ ബോട്ട് യാത്ര എന്നൊക്കെ പറയുന്നത്? അത് ഞങ്ങളൊരു എക്സ് മിലിറ്ററിക്കാരുടെ കൂട്ടായ്മയുണ്ട്. ഒരു 1 ഡേ ടൂർ പ്ലാൻ ചെയ്തതാ. മിലിറ്ററിക്കാരാകുമ്പം കുപ്പി കുറേ പൊട്ടല്ലോ, നമുക്ക് ചാൻസ് ഉണ്ടാ? മിലിറ്ററിക്കാരുടെ ഇടയിൽ സിവിലിയൻസിന് ചാൻസ് ഇല്ല പ്രകാശ. ഓ, അല്ല പ്രകാശ, നല്ലൊരു തൂമ്പ പോലും ഇല്ലാതെയാണോ നീ പണിക്ക് വന്നിരിക്കുന്നത്? നിന്റെ കാര്യം കഷ്ടം തന്നെടോ. ആ ബംഗാളി പയ്യന്റെ തൂമ്പ നോക്കിയേ, എന്തൊരു ഉറപ്പാ. ഈ പറമ്പിൽ നല്ല തൂമ്പത്തള്ളി ഉണ്ടാവോ ഗണേശേട്ടാ മുറിക്കാൻ? നീ ഒരു കാര്യം ചെയ്യ്, ആ കയ്യാലക്കൂറെ സീമക്കൊന്ന് നട്ടിട്ടുണ്ട്, അവിടെ പോയി ഒരു കൊമ്പ് കൊത്തിക്കോ. ഇന്നാ കത്തിയാള്. കഷ്ടം.
কি করছো? এই যে কাজ করছি। একটা কথা বলার ছিল। কি কথা? কিছু টাকার দরকার ছিল। কত টাকা? 1 লাখ টাকা। টাকা দিয়ে কি করবা? ঘর বানাবো। বাড়িতে জমি দেখেছি, জমি কেনার জন্য। বাড়ি যাচ্ছ কবে? 1 মাস পর। ঠিক আছে, যাওয়ার আগে আমাকে বলবা। ঠিক আছে, আমার গাড়ি আছে, আমি যাই। तुम पैसा उधार देता है क्या? ऐसा नहीं है सर, കുറച്ച് കൊടുക്കും. എന്നാ പിന്നെ പൈസക്ക് അത്യാവശ്യം വന്നാൽ നിന്നോട് ചോദിച്ചാ പോരെ? ആ ഗണേശേട്ടാ നല്ല തൂമ്പ തള്ള കിട്ടീനി. 5-8 മാസം മുമ്പ് കയ്യാലൊക്കെ ശീമക്കൊന്നതിന്റെ കൊമ്പ് കട്ടോണ്ടല്ലേ എനിക്കിപ്പം തൂമ്പക്ക് തള്ള കിട്ടിയത്. അത് ശരിയാ. ഓ, നിങ്ങൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. വണ്ടി വന്നു എന്നാ ശരിയാണ് തോന്നുന്നത്. ചേട്ടാ. ഞാനിപ്പോ വരാം. പറയടാ സന്തോഷേ, നീ നാട്ടിലെത്തിയാ? ഓ അതെയാ, ഇന്ന് രാത്രിയാ? ഓ ശരി ശരി, അതൊന്നും സാരമില്ലടാ. നീ ഏതായാലും വാ, നമ്മുടെ ബ്രാൻഡ് മറക്കണ്ട കേട്ടോ. ആ ശരി. ആ എന്താ പ്രകാശ? നാളെ ഞാൻ ഉണ്ടാവില്ല. സാരോനേച്ചിയുടെ മകൻ സന്തോഷ് ഇന്ന് രാത്രി ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അവനെ കൂട്ടാൻ വേണ്ടി പോണം. അപ്പൊ വൈകുമല്ലോ. എന്തെന്നാ പ്രകാശ നീ പറയുന്നു? ഒരു ദിവസം പഠിക്കുമെന്നിട്ട് പിറ്റേന്ന് ലീവാക്കലാ? അതല്ല ഗണേശേട്ടാ, എനിക്ക് ബദല് ഞാൻ ആളെ ആക്കിയിട്ടുണ്ട്. തൂമ്പ ഞാൻ കൊണ്ടുപോകുന്നില്ല, ആ ഷെഡിനടുക്കെ വെച്ചിട്ടുണ്ട്. ആ ശരി ശരി. കരുണേട്ടാ 4 ചായ. ആ സന്തോഷേ, എനിക്ക് ചായ വേണ്ട. വാ ഇരിക്ക്. ഓ നീ 2 ഇട്ടതല്ലേ, പെരുത്തു പോവും. കരുണേട്ടാ ചായ 3 മതി. സന്തോഷേ, നീ എപ്പോ വന്നു? ഇന്ന് രാവിലെ എത്തി കരുണേട്ടാ. നിനക്ക് കുറെ ലീവ് ഉണ്ടാ? എടാ വന്നതല്ലേ ഉള്ളൂ, ലീവിനെ പറ്റി ചോദിക്കല്ലേ. സന്തോഷേ, നമുക്കുള്ള കോട്ട എപ്പോ കിട്ടും? നീയും കൂടി വാ, നമുക്ക് അടിച്ചു പൊളിക്കാ. ഇനിയിപ്പോ നീ ഉത്സവം കഴിഞ്ഞിട്ടല്ലേ പോലും അല്ലേ? ആ അതേതായാലും അങ്ങനെ ഉണ്ടാവില്ല കരുണേട്ടാ. എന്നാ ചായ കുടിക്ക്. ഷാജി നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യാനടോ? കരുണേട്ടാ ചായ പൈസ ഇതാ. നിക്ക്, ബാക്കി വേണ്ടേ? ബാക്കിയൊന്നും വേണ്ട കരുണേട്ടാ, അവിടെ വെച്ചോ. ഇനി സന്തോഷ് തിരിച്ചു പോകുന്നത് വരെ പ്രകാശന സിൻപന്തികളും ഒരു പണിക്കും പോകില്ല. നോക്കിക്കോ. ചേട്ടാ കഴിക്കണം എന്താ ഉള്ളേ? ആട്, കോഴി, പന്നി, പോത്ത്. 2 പന്നിയും 2 പോത്തും പോരട്ടെ? എടാ സന്തോഷേ, അജ്ജനെ ഇന്നലെ കണ്ടതി. കാറിന്റെ വാടക കൂട്ടി വെക്കണ്ട. ഓനെന്നെ അത്ര കാക്കൊന്നും വേണ്ട. പൈസ എത്രയാന്ന് വെച്ചാ കൊടുക്കാടാ. ശരിയടാ. 2 മാസത്തെ വാടകയല്ലടാ, 60,000 ഉറുപ്പിയല്ലേ. നിന്റെ ചെങ്ങായിരെ വണ്ടിയല്ലേ, നാളെ തന്നെ കൊടുത്തേക്ക പൈസ. എടാ പ്രകാശ, നീ എന്തെങ്കിലും അതിലൊരു പൈസ ഉറപ്പിക്കണം. പൈസേന്റെ കാര്യത്തിലാണ് കാട്ടാസാടാ, ഞാൻ പറഞ്ഞു നോക്കാം. എടാ സന്തോഷേ, എൻ്റെ ഒരു സുഹൃത്തിന്റെ അടിപൊളി റിസോർട്ടുണ്ട് കൊടകില്. നമുക്കിന്ന് അടുത്ത ആഴ്ച പോയാലോ?
എന്തിനാണ് അടുത്താഴ്ച ആക്കുന്നത്? നമുക്ക് നാളെ തന്നെ പോവാൻ കൊടകിലേക്ക്. നിങ്ങൾ റെഡിയാണോ? റെഡി. ഇത് തീർത്തിട്ട് പോകാം. എടാ ഇന്ന് പോണ്ട കാര്യമല്ല, നാളെ പോണ്ട കാര്യ. നീ തീർത്തോ? നിന്റെ പ്രകാശിനിപ്പോ കാണുന്നേ ഇല്ലല്ലോ സ്മിതേ, ഓനിപ്പോ നാട്ടിലില്ലേ? ആ സരോനീഷിന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നേ പിന്നെ ഓന്റെ ഒപ്പരം തന്നെയാണ്. ഇപ്പൊ 3 ദിവസങ്ങാനായി കൊടകിലാറ്റം പോയിന് പോലും. കുറച്ച് തേങ്ങ പറിക്കാൻ പ്രകാശിനോട് പറഞ്ഞിട്ട് നാളെ എത്രയായി പറയുമ്പം വരാന്ന് പറയും, പക്ഷേ വരൂല. അതങ്ങനെ തന്നെ നിശ്ചയിച്ച് പണിക്ക് കിട്ടിയാ കിട്ടി. ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കൂല. പണിക്ക് പോണെങ്കിൽ പ്രകാശേട്ടൻ തന്നെ നിരീക്കണം. പണിക്ക് പോയില്ലെങ്കിൽ എന്താ സ്മിതേ, നീലുണ്ട് അന്നത്തിന് മുടക്കൊന്നും വരില്ലല്ലോ. ആ അതങ്ങനെ. കയ്യിലെ പൈസ എല്ലാം തീർന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം പോയി. നാട്ടിലെ പീടികയിലാണെങ്കിൽ ആകെ കടം. സുധാകരേട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു പൈസയുടെ സാധനം കടം തരൂലാന്ന്. ഗൾഫുകാരൻ ഗൾഫിൽ നിൽക്കുമ്പോൾ മാത്രമേ നാട്ടിൽ വിലയുണ്ടാവൂ. അതോർത്ത് വിഷമിക്കണ്ട. നീ എപ്പാ തിരിച്ചു പോന്ന്? ഇപ്പോൾ എന്നെ പറഞ്ഞേക്കാൻ നിനക്കും നിർത്തിയായി അല്ലേ? ഏയ് അതല്ലടാ, പണിക്ക് പോയിട്ട് 3 മാസമായി. വീട്ടിൽ നിന്ന് ഓളെ മുഖം കാണുമ്പോൾ മതി. അങ്ങനെ വരുമ്പോൾ അമ്മക്കൊരു മാല കൊടുത്തിരുന്നു, അത് തിരിച്ചു വാങ്ങാനൊരു മടി. എന്തിനാ തിരിച്ചു വാങ്ങുന്നേ? ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ എൻ്റെ കയ്യിൽ നയ പൈസ ഇല്ലടാ. പൈസയെക്കുറിച്ച് നീ വേവരാതിപ്പെടണ്ട, അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷെ കറക്റ്റായിട്ട് കൊടുക്കണം. അവിടെ എത്തിയ പിന്നെ പൈസ ആയില്ലടാ. എന്നാ ശരിയാക്കാം. ആ എന്താ ചേട്ടാ, എത്ര രാത്രി? ബായ്, കുറച്ച് പൈസ കടമായിട്ട് വേണം. എനിക്കല്ല, എൻ്റെ സുഹൃത്തിനാ. ആരാധേ ചേട്ടാ? എൻ്റെ സുഹൃത്താണ്. അവന് ഗൾഫിൽ പോകാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാ. അവിടെ എത്തി ശമ്പളം കിട്ടിയാലുടൻ അയച്ചു തരും ബായ്. പൈസ ഞാൻ തരാം ചേട്ടാ, പക്ഷേ ഒരു കണ്ടീഷൻ. ആധാർ കാർഡിൻ്റെ കോപ്പി സ്റ്റാമ്പ് പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കണം. അതൊക്കെ തരാം. എന്നാ ശരി. ആയിക്കോട്ടെ. മോളെ അച്ഛനില്ലേ? ആ അച്ഛാ, പ്രകാശേട്ടൻ വന്നിട്ടേതാ. ആ എന്താ പ്രകാശ? ഗണേശേട്ടാ, എനിക്കൊരു പണിയുണ്ടായിരുന്നു. അന്ന് വെച്ച തൂമ്പിയെടുക്കാൻ. അതിനെന്താ, നീ പോയി എടുത്തോ. നീ വെച്ചെടുത്ത് ഞാൻ അനക്കിയിട്ടില്ല. ശരി ഗണേശേട്ടാ. പോയി എടുത്തോ പ്രകാശ. ഇവൻ്റെ ഒരു കാര്യം. ഇത് ഭയങ്കര തന്നെയല്ല. ഇതാരം കണ്ടിനോപ്പാ. പ്രകാശ, ഒറ്റ ദിവസം കൊണ്ട് വൈറലാകാൻ പോകുന്ന മലയാളിയാണു നീ. എല്ലാം ഈ മൊബൈലിലുണ്ട്. എടാ മലയാളി വൈറലായി.